പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് വഞ്ചിയോ രണ്ടുടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നത് വരെ അവനോടുകൂടി താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വചനം സ്വീകരിക്കുന്നവരുടെ ഭവനങ്ങളിൽ പോകുന്നതിന് വേണ്ടിയാണ്. വചനം സ്വീകരിക്കാത്ത ഗ്രാമങ്ങളിൽ പോലും നാം പോകുമ്പോൾ അവിടെ വചനം സ്വീകരിക്കാത്തവർ കാണപ്പെടുമ്പോൾ അവിടുത്തെ പൊടി പോലും തട്ടിക്കളഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുവാനായിട്ട് യേശു നമ്മോട് പറയുന്നുണ്ട്. മാത്രമല്ല, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവാനായിട്ട് പറയുന്നുണ്ട്. നാമെങ്കിലും ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഇന്നല്ലല്ലോ നാളെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് യേശു നമ്മൾ എല്ലാവരെയും മാനസാന്തരത്തിന്റെ വഴിയിലോട്ട് നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിച്ചുകൊണ്ട് നാം സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള അവബോധം നൽകുകയും മാനസാന്തരത്തിന്റെ വഴിയിലൂടെ നാം മറ്റുള്ളവരും നടന്നു നീങ്ങുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സാന്തരം നാളത്തേക്ക് വെക്കാതെ ഇപ്പോൾ തന്നെ, ഈ സമയത്ത് തന്നെ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും ദൈവികമായ ചിന്തകളിലോട്ട് മാറ്റിക്കൊണ്ട്, വാക്കുകളിലോട്ട് മാറ്റിക്കൊണ്ട്, പ്രവർത്തനങ്ങളിലോട്ട് മാറ്റിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാം. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം അനേകം ആത്മാക്കളെ സ്വർഗത്തിന് നേടിയെടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ.